വെൽക്കം ഓൾ ടു ലെച്ചൂസ് എജു ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എജു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന LDC LGS 2024 എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മോർണിംഗ് ക്ലാസ്, നൂൺ ക്ലാസ്, ഈവനിങ് ക്ലാസ് എന്നിങ്ങനെ 3 നേരവും നിങ്ങൾക്ക് ക്ലാസ് വരുന്നുണ്ട്. അതിൽ കുറെ പേരൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് കമന്റ്സ് വായിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ്സ് ഞാൻ വായിക്കാറുണ്ട്. റിപ്ലൈ തരാനുള്ള ടൈം കുറവുകൊണ്ടാണ് റിപ്ലൈ തരാത്തത്. എന്നാലും സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ റിപ്ലൈ തരാറുണ്ട് കേട്ടോ. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് എന്നോട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഞാനത് എല്ലാ കമന്റ്സും റീഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തെങ്കിലും സജഷൻസോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപുള്ള ഈ ഒരു സീരീസിന്റെ 150 ടോപ്പിക്സ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്, ഇതിന്റെയൊക്കെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ട് കാണുന്നവര് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ പ്ലേലിസ്റ്റ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ് കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് LGS 2021 മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അത് LDC-ക്കാർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ. LDC-ക്കാരും അത് മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യണം, LGS-ന് പഠിക്കുന്നവരും വാച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതുവരെ നമ്മൾ 50ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 51 ആണ് അല്ലെ, 51ാമത്തെ ക്വസ്റ്റ്യൻ. സി, ആഗോള താപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCC-യുടെ പൂർണ്ണ രൂപമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആഗോള താപനത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ് IPCC. അതിന്റെ പൂർണ്ണ രൂപം: ഇൻട്രാ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർനാഷണൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതിന്റെ ആൻസർ വരുന്നത് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതാണ് IPCC, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ്, ഒരു അന്തർ സർക്കാർ ബോഡിയാണ്, അല്ലെങ്കിൽ ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇവരുടെ പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മുടെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബോഡി, ഇന്റർ ഗവൺമെന്റൽ ബോഡി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമും കൂടി 1988 രൂപം കൊടുത്ത ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ് ഏതെന്ന് പറയുന്നത് IPCC. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമും കൂടി രൂപം കൊടുത്ത ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡി ഓഫ് യുണൈറ്റഡ് നേഷൻസ് ആണ് IPCC. IPCC എന്ന് പറഞ്ഞാൽ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. നെക്സ്റ്റ് നോക്കിയേ, COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു അല്ലെ. ഏതാ? ഫസ്റ്റ് ബെൽ 2.0. ഫസ്റ്റ് ബെൽ 2.0. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇത് നമുക്ക് അറിയാവുന്നതാണ്. നഖം, അസ്ഥി, ഇനാമൽ, മുടി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഇനാമലാണ്. SCERT ക്വസ്റ്റ്യൻ ആണിത്. ഇനി അടുത്തത്, ക്വാഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രോട്ടീനിന്റെ കുറവ്, വിറ്റാമിൻ എയുടെ കുറവ്, കാൽസ്യത്തിന്റെ കുറവ്, പ്രോട്ടീനിന്റെ കൂടുതൽ. ക്വാഷിയോർക്കറിന്റെ കാരണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രോട്ടീന്റെ കുറവാണ് എന്ത്? ക്വാഷിയോർക്കറിന് കാരണം. നെക്സ്റ്റ്, ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത്? ഇതൊക്കെ ഇതാണ് കേട്ടോ, SCERT ക്വസ്റ്റ്യൻ ആണ്. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വിള ഏതാണ്? നെല്ലാണ്. നെല്ലിന്റെ സങ്കര ഇനമാണ് ഏത്? പവിത്ര. അടുത്തത്, സൈരന്ധ്രീവനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏത്? എല്ലാവർക്കും അറിയാം. ഇരവികുളം, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, സൈലന്റ് വാലി. സൈരന്ധ്രീവനം എന്നറിയപ്പെടുന്നത് ഏതാ വരുന്നത്? സൈരന്ധ്രീവനം. നമുക്കറിയാം സൈരന്ധ്രീവനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ് അല്ലെ. സൈരന്ധ്രീവനം സൈലന്റ് വാലിയാണെന്ന് നമുക്കറിയാവുന്നതാണ്. നെക്സ്റ്റ്, ഇത് SCERT ആണ് കേട്ടോ. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ദെൻ, ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ആവാസ വ്യവസ്ഥ.
ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യ ശൃംഖലയിൽ ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജിയായിരിക്കും. നമുക്കറിയാം ആദ്യത്തെ കണ്ണി എപ്പോഴും എന്തായിരിക്കും? അത് വെജിറ്റേറിയൻ ആയിരിക്കും, അല്ലെ? പിന്നെ ഒരു ആവാസ വ്യവസ്ഥയിൽ എന്തുണ്ട്? ജീവിയ ഘടകങ്ങളും ഉണ്ട്, അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മളിത് SCRT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SCRT പുസ്തകത്തിൽ ഇത് ഇതുപോലെ തന്നെ കിടക്കുന്നതാണ്. നെക്സ്റ്റ്, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ നമുക്ക് എന്ത് വിളിക്കാം? ആവാസം എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു അതായത് 1ഉം 3ഉം ആണ് ഓപ്ഷൻ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ളത്. അപ്പം C ആണ് എന്ത് വരുന്നത്? നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. എല്ലാവർക്കും അറിയാം COVID-19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയായിരുന്നു? ഓഫ് കോഴ്സ് അത് ചൈനയിലായിരുന്നു, അല്ലെ? COVID-19 ആദ്യം റിപ്പോർട്ട് ചെയ്ത് ചൈന. നെക്സ്റ്റ്, 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. പാകിസ്ഥാൻ, കൊളംബിയ, ചൈന, ഇന്ത്യ. ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഈ PSC ഉണ്ടല്ലോ, പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം ജൂൺ 5 ആണ് അല്ലെ പരിസ്ഥിതി ദിനം. ഇനി നമുക്ക് ചോദിക്കാൻ അപ്പൊ സാധ്യത എവിടെയാ? 2023 ജൂൺ 5 പരിസ്ഥിതി ദിനം പഠിച്ചു വെക്കണം. എന്തൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചാല് ആതിഥേയത്വം വഹിച്ച രാജ്യവും അതിന്റെ തീമും നമ്മൾ പഠിക്കണം. ഇതിനൊരു തീം ഉണ്ടാവുമല്ലോ. അപ്പം 2021 ആതിഥേയത്വം വഹിച്ചത് ആരാണ്? ഓഫ് കോഴ്സ് പാകിസ്ഥാനാണ്. അപ്പൊ 2023 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അത് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പരിസ്ഥിതി ദിനം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ആരാണ്? UNEP ആണ്. UNEP എന്ന് പറഞ്ഞാൽ UN എൻവയോൺമെന്റ് പ്രോഗ്രാം. UNEP UN എൻവയോൺമെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ഒരു ആഗോള പരിപാടിയാണ് ലോക പരിസ്ഥിതി ദിനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ 2023 നെതർലൻഡിന്റെ പിന്തുണയോടെ കോട്ട് ഡി ഐവറി ആണ് ആതിഥേയത്വം വഹിച്ചത്. അതുപോലെ തന്നെ 2023 തീം ഓർത്തു വെച്ചേക്കണം. തീം PSC ചോദിക്കും. ബീറ്റ് ദ പ്ലാസ്റ്റിക്. ബീറ്റ് ദ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാല് പ്ലാസ്റ്റിക് മലിനീകരണത്തെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ നിർമ്മാർജ്ജനം ചെയ്യുക, അതുമല്ലെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ബീറ്റ് ദ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു 2023 തീം. ആതിഥേയത്വം വഹിച്ചത് കോട്ട് ഡി ഐവറി. നെതർലൻഡിന്റെ പിന്തുണയോടെയാണ് കോട്ട് ഡി ഐവറി ആതിഥേയത്വം വഹിക്കുന്നത്. നെക്സ്റ്റ്, ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? SCRT ക്വസ്റ്റ്യൻ ഉണ്ട്, പുസ്തകത്തിൽ കിടപ്പുണ്ട്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത് ഗ്ലാസ് ആ വരുന്നത്? ഫിൻഡ് ഗ്ലാസ് ആണ് കേട്ടോ. ലെൻസിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫിൻഡ് ഗ്ലാസ്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനെ നിങ്ങൾ വില കുറച്ച് കാണരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ട്. കാരണം കുറെ കുട്ടികൾ വിചാരിക്കും ഇത് കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് എന്താണ് കാര്യം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ PSCയിൽ കുറേ നാളുകളായിട്ട് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരങ്ങനെ ബാലിശമായിട്ട് ചിന്തിക്കില്ല. ഒരു പക്ഷേ പുതിയതായിട്ട് വരുന്ന കുട്ടികളായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. മക്കളെ, ഞാൻ പറയുന്നു, നിങ്ങൾ ഇതിനെ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത്. നിങ്ങളിപ്പോൾ ആദ്യമേ ചാടിക്കയറി തന്നെത്താനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ട. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കൂടെ നിങ്ങൾ വരിക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബിഗിനേഴ്സിനോടാണ് കേട്ടോ പറയുന്നത്. പുതിയതായിട്ട് PSC പഠിച്ചു തുടങ്ങുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ PYQ ചെയ്യുന്ന കൂടെ കയറി വരിക. അല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും അയ്യോ ഇതൊക്കെ എവിടെ നിന്ന് വന്നു എൻ്റെ അമ്മയെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് അത് വേണ്ട. നിങ്ങൾ കുറച്ചൊന്ന് പഠിച്ചു വന്നതിന് ശേഷം മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തനിയെ ചെയ്തു തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാകും. കാരണം നിങ്ങൾ ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നു, അല്ലെ, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത്, ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ബിഗിനേഴ്സ് നമ്മളോടൊപ്പം പ്രാക്ടീസ് ചെയ്ത് വരിക. ഇനി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഇതുവരെ നന്നായിട്ട് പഠിച്ചത് ഒരു റിവിഷൻ മെത്തേഡൊക്കെ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. പഴയ കുട്ടികളോടാണ് പറയുന്നത്. നേരത്തെ തൊട്ട് PSCക്ക് പ്രിപ്പയർ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ മോർ ആൻഡ് മോർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PSCയുടെ സൈറ്റിൽ കിട്ടും. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് നമ്മളോടൊപ്പം ഫോളോ ചെയ്ത് പോരുക. അപ്പോൾ നമ്മൾ 60ഓളം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ LGS മെയിൻസിൻ്റെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം എത്ര സിമ്പിളായിരുന്നു എന്നുള്ളത്. പഠിച്ചിട്ടുള്ളവർക്ക് അല്ലാത്തവർക്കല്ല കേട്ടോ. അപ്പോൾ പഠിച്ചിട്ടുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയ കാര്യങ്ങളാണല്ലേ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്